ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഷോർട്സ് അതിൻ്റെ ഇടയിൽ ഇടാറുണ്ട്, ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇപ്പോൾ കാണാം. ഇപ്പോൾ രേണുസുധീയുടെ മാറ്റർ, കിച്ചു, അതുപോലെ അഹാന കൃഷ്ണ, അതുപോലെ സജന നൂർ, ഇവരുടെ ഇഷ്യൂ. ഇപ്പോൾ സജന നൂറിൻ്റെ ഇഷ്യൂസ് ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്, കാരണം അഹാന കൃഷ്ണ വന്നതോട് കൂടിയിട്ട്. ഈ അഹാന കൃഷ്ണയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് അഹാന കൃഷ്ണ ഒരു ക്വാളിറ്റി പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ്. പക്ഷേ അഹാന കൃഷ്ണയുടെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ അവരുടെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അഹാന കൃഷ്ണ ആദ്യം ആ വീഡിയോ ഇട്ടപ്പം എനിക്ക് ആളുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തോന്നിയിരുന്നു. പക്ഷേ അതിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അവരുടെ കസിൻ തൻവി വന്നപ്പോൾ അപ്പോഴാണ് അഹാന കൃഷ്ണ എക്സ്പോസ്ഡ് ആയത്, തൻവി ആ വീഡിയോ ഇട്ടതുകൊണ്ട്. ശരിക്കും എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സിങ് ചെയ്തതുകൊണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പഠിപ്പുണ്ടായതുകൊണ്ടോ, നല്ലൊരു ജോലി ഉണ്ടായതുകൊണ്ടോ, ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ടോ ഒന്നും നമുക്കൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ആ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ആ വീഡിയോ അഹാന കൃഷ്ണ ആണെങ്കിലും തൻവി ആണെങ്കിലും അവർ പോസ്റ്റ് ചെയ്ത വീഡിയോ അവർ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് വേറെ എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും പല പല ചാനലുകളിൽ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃഷ്ണകുമാർ ഫാമിലിയിൽ എനിക്കൊരു സ്റ്റാൻഡേർഡായിട്ട് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അഹാന കൃഷ്ണനാണ്. അഹാന കൃഷ്ണയുടെ വീഡിയോസ് എനിക്കിഷ്ടമാണ്, ആ ഒരു അവതരണ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, ഒരു ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണായിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ടോ അറിയില്ല, പുള്ളിക്കാരുടെ ആ വോയിസ് മറ്റേ അവരുടെ അമ്മമ്മയ്ക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ആ വോയിസിൽ നീ എന്നൊക്കെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു എന്ന് അമ്മമ്മയും പറയുന്നുണ്ട്. മിക്ക വീടുകളും പ്രായമായ ആൾക്കാരുണ്ട്, അവരോടൊന്നും നമ്മൾ എത്ര പറഞ്ഞിട്ടും തർക്കിച്ചിട്ടും കാര്യമില്ല. അത് നമ്മളത് മനസ്സിലാക്കിയെടുത്താൽ മതി. പക്ഷെ എത്രയൊക്കെ വെറുപ്പുണ്ടെങ്കിൽ കൂടി ഇത്രയും പ്രായമായ ഒരു ആളേനെ, അതും സ്വന്തം അമ്മയുടെ അമ്മേനെ, ആ അമ്മ അതിന് കൂട്ടു നിന്നെന്ന് ആലോചിക്കുമ്പോഴാണ്, സിന്ധു കൃഷ്ണ അതിന് കൂട്ടു നിന്ന് എന്നാലോചിക്കുമ്പോഴാണ് ഏറ്റവും ഒരു ദുഃഖം. അപ്പോൾ ആ അത്രയും പ്രായമുള്ള ഒരു വ്യക്തിനെ നീ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുക, ബിച്ചസ് എന്ന് വിളിക്കുക, ഇതൊക്കെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ തനി ലോക്കലായിട്ടാണ് തോന്നുന്നത്. എത്ര ക്യാഷ് കൊടുത്താലും സ്റ്റാൻഡേർഡൊന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, അവരോട് ഇടപഴകുന്ന രീതി, അവരോട് സംസാരിക്കുന്ന രീതി, ഇതൊക്കെയാണ് ശരിക്കും ഒരാളെ, ഒരു വ്യക്തിനെ ക്വാളിറ്റി പേഴ്സൺ ആക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് പൈസ ഉള്ളത് കൊണ്ടോ ഒരുപാട് പഠിച്ചത് കൊണ്ടോ അതൊന്നല്ല. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അതിലാണ് മെയിനായിട്ട് ഒരു ക്വാളിറ്റി ഇരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റിയുള്ള പേഴ്സൺസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.